ഞാൻ ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഓപ്പൺ ചെയ്ത നമ്മുടെ കൊല്ലത്തുള്ള വി പാർക്കിലാണ്. കഴിഞ്ഞ മാർച്ചിലാണ് കൊല്ലത്തെ എസ് എൻ കോളേജിനടുത്തുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഈ പാർക്ക് ഓപ്പൺ ആവുന്നത്. കേരളത്തിലെ മെയിൻ ടൗണുകളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് താഴെ ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നവീകരിച്ച് മാതൃകാ പൊതുവിടങ്ങളാക്കുന്ന ടൂറിസം വകുപ്പിന്റെ ആദ്യ പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ കൊല്ലത്താണ്. ഈ പാർക്ക് ഓപ്പണായ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷം ആകുമ്പോഴേക്ക് പാർക്കിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. മുമ്പ് ഇതുവഴിയൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും, കാട് പിടിച്ച് ചെളിയും വെള്ളമായിട്ട് കിടന്നിട്ടൊരു സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലമാണ് ജനങ്ങൾക്ക് വിനോദത്തിനും വിശ്രമിക്കാനും വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് 2 കോടി രൂപ ചെലവിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്കാക്കി മാറ്റിയത്. ഈ പാർക്കിലെത്തുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഈ നടന്നു വന്ന നടപ്പാതയുടെ സൈഡിലായിട്ട് പല മോഡലുകളിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഫുഡ് കോർട്ടുകളുണ്ട്. വിനോദത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ ചെസ് ബ്ലോക്ക് ഉണ്ട്, വോളിബോൾ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി ട്രാക്ക് ഉണ്ട്, ഓപ്പൺ ജിം ഉണ്ട്. ഈ രീതിയിലാണ് ഇവർ ഈ പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പാർക്കിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ചെസ് കളിക്കുന്ന സ്ഥലമാണ്. ഇതുപോലത്തെ 2 ചെസ് കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ പാർക്കിൽ. ഇത്രയും വലിയ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെസ് കളിക്കാനും ചെസ് കളി കാണാനും ആളുകൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ചെസ് കളിക്കാൻ ഏത് സമയത്തും ആളുണ്ടാവും. ഇപ്പൊ സമയം 7 മണി ആവുന്നതേ ഉള്ളൂ. ലേറ്റ് നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നത്. ഈ പാർക്കിന്റെ ഓപ്പണിംഗ് ടൈമിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പാർക്ക് ഇത്രത്തോളം ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ആ തുടക്ക സമയത്തിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പൊ ദിവസവും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ ഒരു പൈലറ്റ് പദ്ധതിയായിരുന്നു കൊല്ലത്തെ ഈ പാർക്ക്. ഇത് കൊല്ലത്ത് ഹിറ്റായതോടുകൂടി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി 25ഓളം സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പാർക്കുകൾ നിർമ്മിക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ചെസ് ബ്ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്ക് പിന്നെ കാണുന്ന ഫുഡ് കോർട്ടുകളാണ്. അവിടെ 1-2 ഫുഡ് കോർട്ടുകളുണ്ട്. പിന്നെ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ ഒരു ചെറിയൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യാം. ഈ കാണുന്നതാണ് സ്കേറ്റിംഗ് ട്രാക്ക്. ഇവിടെ ഒരുപാട് കുട്ടികൾ വന്ന് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ മുതിർന്നവരെല്ലാം വന്ന് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കേറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. വി പാർക്കിലെ ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. വി പാർക്കിൽ നിങ്ങൾക്കും പാടാം എന്നുള്ളൊരു ക്യാപ്ഷനിൽ ഗാനസന്ധ്യ എന്നുള്ളൊരു പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുള്ളവരാണെങ്കിലോ ആഗ്രഹമുള്ളവരാണെങ്കിലോ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പറ്റും. ഒരുപാട് ആളുകൾ ഈ സ്റ്റേജിൽ കയറി പാട്ടുകൾ പാടുന്നുണ്ട്. പാട്ട് കേൾക്കാൻ ഇരിക്കുന്നവരാണ് ഈ കാണുന്നതൊക്കെ. എന്താണെങ്കിലും ആളുകളുടെ ആഗ്രഹങ്ങളും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണിത്. 2 ബാഡ്മിന്റൺ കോർട്ടുണ്ട്, ഒരു വോളിബോൾ കോർട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഓപ്പൺ ജിം. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടർഫിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ അനുസരിച്ചാണ് പൈസകൾ വാങ്ങുന്നത്. ഇതെല്ലാം നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇവിടെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്ക് കുറച്ച് ഫുഡ് കോർട്ടുകളുണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളെല്ലാം ആയിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി പാർക്കിനോട് ചേർന്ന പഴയ നെഹ്റു പാർക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ അതും ഇതിനോടൊപ്പം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പോകുമ്പോഴേക്ക് കുറെ മാനുവലായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി.
നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വരുന്നവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതൊരു ജനകീയ പദ്ധതിയും വിജയമാകുന്നത് ആ നാട്ടുകാരുടെ സഹകരണം കൂടി ചേരുമ്പോഴാണ്. എന്തായാലും കൊല്ലത്ത് വി പാർക്ക് വൻ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.